ഹായ് ഹലോ അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പം നമ്മൾ നോമ്പൊക്കെ അവസാനത്തെ 10ക്ക് ആയിക്കൊണ്ട് നിൽക്കുകയാണ്. ഒരുപാട് പുണ്യങ്ങൾ നിറഞ്ഞ രാവുകളും ദിനങ്ങളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ നോമ്പ് അങ്ങനെ ആയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ 2 ദിവസം മുമ്പ് എടുത്ത വീഡിയോ ആണ് ഇട്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും നമ്മളെ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാം. ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും ഒന്നും മറക്കരുത്, മടിച്ച് നിൽക്കരുത്. പിന്നെ ഞങ്ങളെ കൂട്ടത്തേക്ക് കുടുംബത്തേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കാണാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ നമ്മൾ മിറ്റടിച്ചാൽ ഇറങ്ങിയതാണ്. അപ്പം വെള്ളമൊക്കെ ഒന്ന് പാറ്റിക്കാണ്ടട്ടോ മിറ്റടിച്ചൽ, അല്ലഞ്ഞാൽ പൊടി പാറിങ്ങാണ്ട് ഒരു കൂട്ടമൊക്കെ ആവും. അപ്പം നമ്മളതൊക്കെ കഴിഞ്ഞ് നമ്മളെ കൈകളും മോറലും ഒക്കെ കഴിഞ്ഞാണ്ട് പിന്നെ ഒരു 10 മണി ആയിക്കണം കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് കലക്കി ദോശയാണ്. അപ്പോൾ അതൊന്ന് നന്നായി കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ച്. അത് ഇരിക്കണിടത്തോളം നമ്മൾ കുഴച്ച് വെച്ചുകൊണ്ട് ഇരിക്കണിടത്തോളം ദോശ നന്നായി കിട്ടുകയേ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതൊന്നുകൊണ്ട് കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഉണ്ട് റെഡിയാക്കിയിരിക്കണേ. അപ്പം ഇന്ന് പത്തിരി ഒന്ന് അവിടെ നിൽക്കട്ടെ. അപ്പം ഇന്ന് പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒരു 10-11 മണിയൊക്കെ കഴിക്കണം കേട്ടോ. അപ്പോൾ പിന്നെ നമുക്കൊന്നൊരു കസ്റ്റാർഡ് കൊണ്ട് നമുക്കൊരു പിന്നെ ഫ്രൂട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചങ്ങാണ്ട്. അപ്പോൾ ലേസം കസ്റ്റാർഡ് പൊടി ഇവിടെ ഉണ്ടേനി. അപ്പോൾ ഇതൊരു 2 സ്പൂണ് കസ്റ്റാർഡ് പൊടി ഇട്ടുകാണ്ട് ഒരു 1/2 ഗ്ലാസ് പാലിൽ ഒന്നുണ്ട് കലക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കിക്കണമെന്ന് നോക്കേണ്ടി. നിങ്ങൾ എങ്ങനെ ഉണ്ടാക്കലെന്ന് നിങ്ങളൊന്ന് കണ്ടു നോക്കി. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതാ നമ്മൾ പിന്നെ അതിന് അടുപ്പത്ത് വെച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചുകാണ്ട് ഒരു കയ്യിൽ സാവുനരി അല്ലെങ്കിൽ സേമിയ ഇട്ടുകാണ്ട് ഒന്നുണ്ട് വറുത്തുകാണ്ട് ഉണ്ടാക്കിയാൽ ഇത് നല്ല ടേസ്റ്റ് വേണം, നല്ല വിശപ്പും കെടും. നമുക്ക് ആ നോമ്പറക്കണ നേരത്തുള്ള നല്ല കുഴക്കും ഒക്കെ കെടുട്ടാ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതാണിത് നമ്മൾ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഒരു കയ്യിൽ സാവുനരി ഇട്ടുകാണ്ട് നമ്മൾ ഒന്നുണ്ട് വറുക്കുകയാണ്. അപ്പോൾ നമുക്ക് തീ കത്തിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ കട്ടിന് ശേഷം തീ കത്തിച്ചാൽ മതിയല്ല, ഞാൻ വേഗം കരിയേ. അപ്പോൾ അതൊന്ന് നന്നായിട്ട് വറുക്കണേ. അപ്പോൾ ആ വറുത്തുകാണ്ട് ഇങ്ങനെ അതിങ്ങനെ ഇതാവുമ്പോൾ വല്ലാതെ ഇതാവില്ല, അലിഞ്ഞു പോവില്ല. ഒരു കുമ്പളകൾ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ കാണാനും ഒരു രസമാണ്, കഴിക്കാനും രസമാണ് കേട്ടോ. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യണം. അപ്പം പിന്നെ ഇപ്പോൾ കുറേ ദിവസമായി ഇങ്ങനെ നമ്മൾ എന്തെങ്കിലും ഭക്ഷണങ്ങളൊക്കെ ഒന്ന് മാറ്റി പിടിച്ചാൽ നമുക്കൊരു ഭക്ഷണത്തിനോടൊരു മടുപ്പ് വരും. ഇപ്പോൾ കുറേ ദിവസമായില്ലേ. അപ്പോൾ ഒരേ ലെവലിൽ തന്നെ ഇങ്ങനെ പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഇടയ്ക്കൊക്കെ ഒരു വെറൈറ്റി ഒക്കെ നല്ലതല്ലേ. അപ്പോൾ അത് നല്ല ഇളക്കി വേവിച്ചതിന് ശേഷം നമ്മളിതാ ഒരു ഗ്ലാസ് കാച്ചിയ പാലാണ് കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ടതിന് പാലാണ്. അപ്പോൾ കാച്ചിയതാണ്. കാച്ചിയിട്ടില്ലെങ്കിലും അങ്ങനെ ഒഴിച്ച് കൊടുക്കുക. അങ്ങോട്ട് ഞാൻ ഈ കിടന്നുകാണ്ട് ഒന്നുകൊണ്ട് വെന്തോട്ടെ, വല്ലാതെ വെന്ത് അലിയണ്ട. അപ്പോൾ ഒന്ന് വെന്തിന് ശേഷം നമ്മൾ ആ കലക്കി വെച്ച കസ്റ്റാർഡ് പൊടിയും പാലും ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇങ്ങനെ കട്ടാതുണ്ട് ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ അത് ഒഴിച്ച് കൊടുത്തുകാണ്ട് അപ്പോൾ ഒന്നുകൂടി വെന്തോട്ടെ. അപ്പോൾ ഒന്ന് വെന്തുകാണ്ട് നമുക്ക് ഒന്ന് ചൂടാറിന് ശേഷം ഫ്രിഡ്ജിൽ കൊണ്ടുപോയേക്കാം. അപ്പോൾ അതൊക്കെ നമ്മൾ രാവിലെ ആയിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്ന് തണുക്കാനൊക്കെ സമയം കൊടുക്കണ്ടേ. അപ്പോൾ 2 സ്പൂൺ പഞ്ചസാര ഇട്ടിക്കണേ. നമ്മൾ പഞ്ചസാര വല്ലാതെ ഉപയോഗിക്കലില്ല കേട്ടോ. അവർക്കൊന്നും പഞ്ചസാര വല്ലാതെ പറ്റില്ല. എനിക്കാണ് നല്ല മധുരം വേണ്ടിയത്. അപ്പോൾ കുറച്ച് 2 സ്പൂൺ തന്നെ ഇട്ടിട്ടുള്ളൂ. ഇതിനൊക്കെ പഞ്ചസാര ഉണ്ടെങ്കിൽ തന്നെ ഒരു രസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ ഒന്നുണ്ട് നല്ലുണ്ട്. നമ്മൾ ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം വെക്കുക. നല്ല ലൂസിൽ വേണമെങ്കിൽ വെള്ളം കുറച്ച് കൂടുതൽ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ഇങ്ങനെ വല്ലാതെ വെള്ളം വേണ്ടെങ്കിൽ പിന്നെ കുറച്ചും കൊടുക്കട്ടോ. അപ്പോൾ നമ്മൾ ആക്കൊന്ന് തണുത്ത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ ഉച്ചന് ശേഷം ഇട്ടത്. അപ്പോൾ എൻ്റെ കുളി നിസ്കാരവും ഒത്തും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഒന്ന് കിടന്നിച്ച് ഒക്കെ കഴിഞ്ഞതിന് ശേഷം വന്നുകാണ്ട് ഞാൻ ഇതൊന്ന് വേഗം ഉണ്ടാക്കിക്കട്ടെ. നമ്മൾ ഓരോരോ പണികൾ ഇങ്ങനെ ആദ്യമായിട്ട് ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമുക്ക് അതൊരു പിന്നെ തിരക്കില്ലാതെ കഴിഞ്ഞ് കിട്ടൂട്ടാ. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടതിന് അപ്പോൾ ആപ്പിളായിട്ട് കൊണ്ടുവരുന്ന ഫ്രൂട്ട്സുകൾ കേട്ടോ. ഒരു കഷ്ണം ആപ്പിള്, പിന്നെ പഴട്ടോ കൂടുതലുള്ളത്, പിന്നെ മുന്തിരി ഉണ്ട്. വില കുറച്ച് സാധനങ്ങളാട്ടോ നമ്മളിട്ട് കൂടുതലുണ്ടാവല്. അപ്പോൾ അങ്ങനെ ആദായത്ത് കിട്ടുമ്പോൾ കൊണ്ടുവരുന്നതാണ്. ആപ്പിളിനാണ് ഇപ്പോൾ ഭയങ്കര വില എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ആപ്പിളൊക്കെ കൊടുങ്ങാണ്ട് ഓരോരോ പീസൊക്കെ എടുക്കുള്ളൂ, അങ്ങനെയൊക്കെ എടുക്കൂട്ടാ. അപ്പോൾ അതിൽ നമ്മളെടുത്തുള്ള ഫ്രൂട്ട്സുകളെല്ലാം കൂടി ഇട്ടുകാണ്ട് പിന്നെ ഒന്നും കൂടി ഫ്രിഡ്ജിൽ തന്നെ കൊണ്ടുപോയി വെച്ചിക്കണേ. അപ്പോൾ ഒന്ന് തണുത്തോട്ടെ എന്ന് വിചാരിച്ച് കണ്ടേ. പിന്നെ അത് കഴിഞ്ഞാണ്ട് നമ്മൾ സ്നാക്ക് ഉണ്ടാക്കണില്ല. അപ്പം ദോശ ആയതുകൊണ്ട് കുറച്ചൊരു ഒഴിവുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ദോശ ആദ്യം തന്നെ വിചാരിച്ചതാണ്. ഇതൊക്കെ ഉണ്ടാക്കാനുണ്ടാകുമ്പോൾ പിന്നെ നമുക്ക് എളുപ്പമുള്ള കടികളാട്ടോ നല്ലത്. അപ്പോൾ ഞാനൊരു 3-4 കഷ്ണം ഇറച്ചിണ്ട്. ഇനി അപ്പം കുറച്ച് ദിവസം മുമ്പ് കൊണ്ടുവന്ന് വെച്ച ഇറച്ചി കേട്ടത്. ഇപ്പോൾ ആണെങ്കിൽ ഇറച്ചിക്ക് ഭയങ്കര വില കൂടിയിരിക്കണേ. അപ്പോൾ വില കൂടുന്നതിന് മുമ്പ് കിട്ടിയതാണ്. അപ്പം ഇതുകൊണ്ട് അതുകൊണ്ട് വിചാരിച്ചത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചുകാണ്ട് അപ്പോൾ അതൊന്ന് കുരുമുളക് പൊടിയൊക്കെ ഇട്ടുകാണ്ട് വറ്റിച്ചത്. ഇനി അപ്പോൾ അതൊക്കെ ഒന്ന് പിച്ചി വെച്ച് പിന്നെ ഇതാ കാബേജ് ഉണ്ട്, പിന്നെ കക്കരി ഉണ്ട്, ക്യാരറ്റ്, വല്യുള്ളി ഒക്കെ നമ്മളടുത്തുള്ള ക്യാരറ്റ്, പിന്നെന്താ
ഉള്ളി ഒക്കെ എടുത്ത് കണ്ടൊക്കെ ഒന്ന് അരിഞ്ഞ് വെച്ചിക്കണേ. അപ്പോൾ നമ്മൾ ഈ ഇതുണ്ടല്ലോ ഇറച്ചി ഇറച്ചി അത് ഒരു ലേസം കൂടി മുളക് പൊടി ഇട്ടുണ്ടെങ്കിൽ ഒന്ന് കളറില്ലായിട്ട് എന്തോ മാതിരി തോന്നുക. കുരുമുളക് പൊടി ഇട്ടും ചെയ്ത് കിട്ടുക. അപ്പോൾ ഞാൻ ഒന്നുകൊണ്ട് നല്ലോണം പൊരിച്ചെടുത്തിട്ടാണ് ഇതിലിട്ട് കാണ്ട് വെളിച്ചെണ്ണ ഇട്ട് കാണ്ട് ഒന്ന് നല്ലോണം പൊരിച്ചെടുത്തിക്കണേ. അപ്പം ഇനി നമ്മൾ പിന്നെ ഒരു ചട്ടി വെച്ച് കാണ്ട് നമ്മൾ ഒലീവ് ഓയിലിട്ട് അതാട്ടോ ഒഴിച്ച് കൊടുക്കേണ്ടത്. ഈ മണമില്ലാത്ത ഏതെങ്കിലും ഓയിലാട്ടോ നല്ലത്. അപ്പോൾ ഒലീവ് ഓയിലുണ്ട്, ഇനി അതാണ് ഒഴിച്ച് കൊടുത്തിക്കേണ്ടത്. അപ്പോൾ അതിക്കൊരു ലേസം കുറച്ച് ഇഞ്ചി വെള്ളുള്ളി പേസ്റ്റ് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടോ, കൂടുതലാകണ്ട. പിന്നെ മയോനൈസൊക്കെ കൂട്ടുമ്പോഴേ അതിലും വെള്ളുള്ളി ഉണ്ടാകണ്ടല്ലേ, അപ്പോൾ കുറച്ച് മതി. അപ്പോൾ നമ്മൾ കാബേജ് ഒന്ന് വേവിച്ചാൽ ക്യാരറ്റ് ഒന്ന് നല്ലൊന്ന് വേവിച്ചാന്ന് വിചാരിച്ചാണ്. ചിലരൊക്കെ ഒന്നും വേവിച്ചാതെ ഇത് എടുക്കുന്നുണ്ട് കേട്ടോ. ഈ നോമ്പറക്കണ നേരത്തെ ഇതൊന്നും വേവിച്ചാതെ ഇതാവുമ്പം ഒരു തിന്നാൻ ഒരു സുഖം ഉണ്ടാവില്ല. എല്ലാവർക്കും ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്നേരം. അപ്പം ക്യാരറ്റും ഇങ്ങനെ കടിച്ചു കൊടുക്കും, കാബേജും കടിച്ചു കൊടുക്കുകയെ. അപ്പോൾ അത് രണ്ടും കുറച്ച് നല്ലൊന്ന് വേവിച്ചിക്കാണ്ട് പിന്നെ ഇതൊന്നും വല്ലാതെ വേവിക്കണം ചേട്ടാ. ഉള്ളി ഒന്ന് വാടിക്കോട്ടെ. പിന്നെ ക്യാപ്സിക്കം അതൊന്നും വല്ലാതെ വേവിക്കണില്ല. പിന്നെ അതിക്ക് കുരുമുളക് പൊടി ആട്ടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊക്കെ ഒന്ന് അതിലിട്ട് കാണ്ട് ഒന്നുണ്ട് ഇളക്കി വേവിക്കുകയാണ്. വല്ലാതെ വെന്ത് കൊയ്യണില്ല, ഒരു അത്യാവശ്യം വേവിൽ. അപ്പോൾ നമ്മൾ ചിക്കനും അതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ. പിന്നെ ഒരു കക്കരിൻ്റെ ചെറിയ പീസ് ഉണ്ട് കേട്ടോ, അത് ചെറുതാക്കി അരിഞ്ഞിട്ട് അതൊന്നും വേവിക്കണില്ല. ക്യാപ്സിക്കും വേവിക്കണില്ല. അത് രണ്ടും ഞാൻ തീ ഓഫാക്കിൻ്റെ ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ ഓഫായിക്കണമെന്ന് വിചാരിച്ച് കണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കുമ്പോൾ അടിയിൽ മൂട്ടിൽ ചെറിയൊരു തീയുണ്ട്. തീ ഓഫാക്കിൻ്റെ ശേഷം വേവാനുണ്ടാവില്ല കേട്ടോ അത്. പിന്നെ മല്ലിച്ചപ്പും നമുക്ക് ഇട്ട് കൊടുക്കുക, കുരുമുളക് പൊടിയും പിന്നെ ഗരം മസാലപ്പൊടി അത്രയൊക്കെ തന്നെ ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്നുണ്ട് ഇട്ട് നല്ല ഇളക്കി വേവിക്കണം. എല്ലാവരും ഉണ്ടാക്കേണ്ടതന്നെ എണീക്കാരെ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ ഒന്ന് കാണിച്ച് തരാമെന്ന് മാത്രം കേട്ടോ. നമ്മൾ എപ്പോഴേലൊക്കെ അല്ലേ ഉണ്ടാക്കുള്ളൂ. അപ്പോൾ ഒന്ന് കാണിച്ച് തരാമെന്ന് വിചാരിച്ച് കണ്ട്. അപ്പോൾ മോളും ഉണ്ടായപ്പോൾ ഒന്ന് സഹായത്തിന് ആളുണ്ടാവില്ല എന്ന് വിചാരിച്ചു. ഇതിനൊക്കെ 2-3 ആളൊക്കെ വേണം നമ്മൾ തരില്ലേ. അപ്പോൾ ഓളും കൂടി ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കണ്ടുള്ളൊരു സമാധാനം കേട്ടോ. അപ്പം ദോശ അതിൻ്റെ അടി ചുടുന്നുണ്ട്. നല്ല കലക്കി ദോശയാണ്. ഈ ചിക്കൻ മുളക് ഇട്ടിക്കണം. അത് ഞാൻ ഉച്ചക്ക് തന്നെ ആദ്യം തന്നെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും കാണിച്ചിട്ടില്ല. എന്നും ഇങ്ങനെ ചിക്കനല്ലേ ഉണ്ടാക്കൽ. അപ്പോൾ ചിക്കന് ഉണ്ടായാൽ എല്ലാ കടി നമുക്ക് പോകട്ടെ. വേറെ എന്തെങ്കിലും ആവുമ്പോഴാണ് പറ്റാതെക്കൽ. ചിക്കനാ ബീഫൊക്കെ വേണം, എന്നാൽ ഏത് കടി നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം. അല്ലാതെ പിന്നെ എല്ലാവരും മുഖക്കറുപ്പും കാണേണ്ടി വരുമേ, ഇറച്ചില്ലേ എന്ന് വെച്ചു. അപ്പോൾ പിന്നെ ചിക്കന് കുറച്ചായാലും അതൊരു കറി വെക്കുമ്പോൾ അതൊരു മട്ടൻ വേറെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ മയോനൈസ് ഉണ്ടാക്കിക്കണേ, അത് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കണേ. അത് ഞാൻ കാണിച്ചിട്ടില്ല. ഒരു മുട്ട ഉണ്ട്. ഇത് നമ്മൾ അതിനുള്ള പിന്നെ അത് മുക്കാനുള്ള മാവാട്ടം ഉണ്ടാക്കേണ്ടത്. ഒരു 2 മുട്ടയും ഒരു ഇത്തിരി പാലും ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. എന്നാൽ നല്ല നമുക്ക് ഈ ബ്രെഡ് അതിൽ മുക്കിയെടുക്കാനുള്ള സൗകര്യം കിട്ടും. അപ്പം ഞാൻ ബ്രെഡിൻ്റെ അരുമൂലയൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്യാം. അപ്പം എൻ്റെ മോന് കുറച്ച് ദിവസമായിക്കണ്ട ബ്രെഡ് 2 ദിവസമായിരിക്കും ബ്രെഡ് കൊടുന്ന് വെച്ചിട്ട്. അപ്പോൾ ഓന് എനിക്ക് ഉണ്ടാക്കാൻ സൗകര്യം കിട്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കാതെ ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുവച്ച് കഴിഞ്ഞിട്ടാ. അപ്പോൾ പിന്നെ അങ്ങനെ പൂതി പറയണ്ടല്ലേ എന്ന് വിചാരിച്ചിക്കാണ്ട് ഓന് അതിനായിട്ട് കൊണ്ടുവന്ന് വെച്ചും ചെയ്തതിന്. അപ്പോൾ ആ ബ്രെഡിൻ്റെ അരുമൂലിയൊക്കെ ഒന്നുകൊണ്ട് കട്ട് ചെയ്ത് കാണ്ട് ഒന്ന് വട്ടത്തിലാക്കി റൗണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊക്കെ ഒന്നുകൊണ്ട് കട്ട് ചെയ്ത് വെച്ച് ഇതൊക്കെ തിന്നുമ്പോൾ നല്ല ടേസ്റ്റാണ് പറഞ്ഞിട്ട്. ഇത് ഉണ്ടാക്കുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവും ചെയ്യൂല. അപ്പോൾ ഒരു മുട്ട കൊണ്ടാട്ടെ ഞാൻ മയോനൈസ് ഉണ്ടാക്കിക്കേണ്ടത്. അപ്പോൾ അത് ഉണ്ടാക്കിയത് അതിൽ കൊണ്ട് ഒഴിച്ച് കൊടുക്കുകയാണ്. ഏത് പച്ചക്കറി തിന്നാത്ത കുട്ടികളും മയോനൈസ് ഉണ്ട് കൂട്ടി കൊടുത്താൽ അത് കഴിച്ചോളും. അതുള്ളപ്പോഴത്തെ മക്കൾക്ക് മയോനൈസിനോടുള്ള ഭയങ്കര താല്പര്യം. അപ്പോൾ നമ്മൾ മുട്ടയും പാലും കൂടി മിക്സാക്കിഞ്ഞല്ലോ, അത് നമ്മൾ ഒരു വലിയൊരു ഒരു തട്ടിക്കണ്ട് ഒഴിച്ചിട്ടാ, ഒരു വലിയൊരു പ്ലേറ്റ് കണ്ട് ഒഴിച്ചാൽ ഈ ബ്രെഡ് മുങ്ങാൻ അതന്നെ മതിയാവും കേട്ടോ. അല്ലെങ്കിൽ ഈ 2 മുട്ട കൊണ്ടൊന്നും തയ്യില്ല. കുണ്ടുള്ള പാത്രത്തൊക്കെ ആകുമ്പോഴേ ബ്രെഡ് രണ്ടും അത് നന്നായിട്ടാണ് കുടിക്കും. അപ്പോൾ പിന്നെ ഒരുപാട് മുട്ടൻ്റെ ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഈ 2 മുട്ടയും ഒരു ഇറ്റ് പാലും ഉണ്ടായാൽ നമുക്ക് ഇത് ഫുള്ള് മുക്കാൻ അത് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ അതിൻ്റെ വക്കിന് ഇങ്ങനെ ലേശം മൈദ തേച്ചിട്ട് ചെയ്യുന്നു കേട്ടോ. അപ്പോൾ ആദ്യം അങ്ങനെ ആക്കിയപ്പോഴാണ് എനിക്ക് ഓർമ്മ ആയത്. ഇപ്പോൾ ഇത് എപ്പോഴും ഉണ്ടാക്കാത്തല്ലേ. അപ്പോൾ അവന് ലേശം മൈദ മാവാക്കിക്കാണ്ട് കുറച്ചൊന്ന് പശാക്കിക്കാണ്ട് ആ വക്കിനിങ്ങനെ ആക്കി കൊടുത്തു. അപ്പോൾ പിന്നെ ശരിയായി. നമ്മൾ മനസ്സറിഞ്ഞെടുക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നിനൊരു മടി ഉണ്ടാവില്ല കേട്ടോ. എന്താ ഇത് ഒരുപാട് പണിയാണല്ലോ എന്ന് വിചാരിച്ച് കാണും. ഇങ്ങനെ മടിച്ച് നിന്നാൽ ഒന്നും നടക്കില്ല. നോമ്പിന് ഉണ്ടാക്കണ്ടല്ലോ, നോമ്പിന് ഉണ്ടാക്കുള്ളൂ. കുട്ടികൾക്കൊക്കെ നോമ്പിന് തിന്നണ ടേസ്റ്റ് അല്ലാത്ത സമയത്ത് കിട്ടില്ല. അതങ്ങനെ ഒരു വായിൻ്റെ രുചി അങ്ങനെയാണല്ലോ. അപ്പോൾ പിന്നെ മോളും വന്ന് പിന്നെ ബാക്കി പിന്നെ മോനും എല്ലാവരും ഡേറ്റായിട്ടാണ് ശരിയാക്കിയത്. വൈകുന്നേരം ആകുമ്പോൾ പിന്നെ എല്ലാവർക്കും എന്തുണ്ടാക്കാനും ഒരു എനർജി കൂടും. നോമ്പറക്കാനായല്ലോ എന്നുള്ളൊരിതേ. അതൊരു ആരും എല്ലാ പണിക്കൊന്നും കിട്ടിയില്ലെങ്കിലും. അപ്പോൾ നമ്മൾ ചട്ടി വെച്ച് കാണ്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ് കേട്ടോ. ആ കോട്ട് ചെയ്തത് ബ്രെഡ് പൊടി കോട്ട് ചെയ്തത്
ഒന്നുകൊണ്ട് ഫ്രൈ ആക്കി എടുക്കുകയാണ്. അതിൻ്റെ അടി നമ്മൾ വേറെ ഓരോ പണി എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അടി മറിച്ചിടാൻ നേരം വൈകി. അപ്പോൾ ഇതിനൊന്ന് അടിയൊന്ന് ചോന്നിട്ടാ വെച്ചിട്ട് കുഴപ്പമായിട്ടില്ല. നമ്മൾ ദിവസമൊന്നും ഒന്നും ഉണ്ടാക്കില്ല കേട്ടോ. ഇടയ്ക്കൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കും. അപ്പോൾ ഒരു നോമ്പിന് കുട്ടികൾക്ക് ഒരു രസമല്ലേ. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാവും ഇക്കാരം. എന്നാലും ഒന്ന് കാണുമ്പോഴെങ്കിലും ഒന്ന് ഉണ്ടാക്കാത്തവർക്കൊക്കെ ഒരു ഉണ്ടാക്കാനുള്ളൊരു ഇത് വരുമേ, ഒരു എനർജി വരും. മറ്റേ ഇപ്പം അത് ഭയങ്കര പണിയല്ലേ എന്ന് വിചാരിച്ച് നിൽക്കുന്നിടത്തോളം ഉണ്ടാക്കാൻ കഴിയില്ല. പച്ചക്കറിയൊക്കെ എന്തെങ്കിലും ബാക്കിയൊക്കെ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ ഉണ്ടെങ്കിൽ പച്ചക്കറി ഇല്ല, കാബേജ് ക്യാരറ്റ് അതൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അതിലാണ് ചിലവായി പോയിക്കോളും. കക്കരി ഒക്കെ അതിലുണ്ടായിക്കോളൂ കേട്ടോ. അപ്പോൾ പിന്നെ നമ്മൾ കട്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ പോക്കറ്റാക്കിക്കണം കേട്ടോ. അപ്പം ഇനി കുറേശ്ശെ അയിക്കട നിറച്ച് കൊടുത്താൽ മതി. അതിൻ്റെ പണി കഴിഞ്ഞല്ലോ. അപ്പോൾ പിന്നെ മോനായിട്ട് പിന്നെ കുറേ ആക്കിയിട്ടുണ്ട്. പിന്നെ ഞാൻ അവനക്ക് കാണിച്ചു കൊടുത്തു ഇങ്ങനെയാണ് ആക്കലെന്ന് പറയുമ്പോൾ പിന്നെ മോനിങ്ങനെ ആക്കൽ തുടങ്ങി. അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞ മാതിരിട്ടാ. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഫ്രണ്ട്സിൻ്റെ ഗ്രൂപ്പൊക്കെ ഇട്ടുകൊണ്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ടും സഹകരണം ഒക്കെ ഉള്ളതുകൊണ്ടാട്ടെ നമുക്ക് വീഡിയോ ഇടാൻ പറ്റണത്. അല്ലെങ്കിൽ നമ്മൾ വീഡിയോ ഇടാനും നമുക്ക് കഴിയില്ല. അപ്പോൾ എന്ത് പണിയെടുക്കാനും ഒരു എനർജി കിട്ടുന്നുണ്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ എന്നുള്ളൊരു ഇതിലാണ് കേട്ടോ. എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ പെടുത്തുന്നുണ്ട് കേട്ടോ. എന്നെ സഹായിക്കണോ ആരൊക്കെയാണോ റബ്ബേ പഠിച്ചോനെ അവരെ നീ സഹായിക്കണേ എന്ന് പറഞ്ഞിട്ട് ഞാൻ എല്ലാവരെയും എൻ്റെ ദുആയിൽ ഞാൻ പെടുത്തലുണ്ട്. അള്ളാഹു സ്വീകരിക്കട്ടെ, പഠിച്ചോൻ സ്വീകരിക്കട്ടെ കേട്ടോ. അപ്പോൾ പിന്നെ ഇപ്പം മോനാട്ടം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ റെഡി ആക്കണേ. ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മൾ വത്തക്ക ജ്യൂസ് ഉണ്ട്, കസ്റ്റാർഡ് ഉണ്ട്, കസ്റ്റാർഡ് ഫ്രൂട്ട് ഉണ്ട്, നാരങ്ങ വെള്ളം ഉണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ അത്രയൊക്കെ തന്നെ ഉള്ളൂ. നോമ്പ് വറക്കാനായി. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്.